everyone. Today we are going to talk about real-time clock, often abbreviated as RTC. So, എന്താണ് ആർ ടി സി? എങ്ങനെയാണ് ഒരു ആർ ടി സി വർക്ക് ചെയ്യുന്നത്? നമുക്ക് എങ്ങനെ ഒരു ആർ ടി സിയെ I2C പ്രോട്ടോക്കോളുമായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടി കഴിയും? അപ്പം ആദ്യം തന്നെ എന്താണ് ആർ ടി സി? ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഡിവൈസിലുള്ള ഒരു ക്രൂഷ്യൽ കമ്പോണന്റ് ആണ് ആർ ടി സി. നമുക്ക് ടൈം ആക്യുറേറ്റ്ലി കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ വാച്ച്, ക്ലോക്ക്, മറ്റ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ആർ ടി സി മൊഡ്യൂൾ. അപ്പൊ എന്താണ് ആർ ടി സി മൊഡ്യൂളിന്റെ സിഗ്നിഫിക്കൻസ്? The main purpose of RTC is to keep track of current time and date even when the device is powered off. നമ്മുടെ ഡിവൈസിൽ പവേർഡ് ഓഫ് ആയിരിക്കുമ്പോൾ കൂടി നമുക്ക് കറക്റ്റ് ടൈം ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ആർ ടി സി മൊഡ്യൂൾ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ ഇതിന്റെ നമുക്ക് കോഡ് ചെയ്തിരിക്കുന്നത് MPLAB-ലാണ്. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. എന്തിനാണ് നമ്മൾ ഇത്രയും ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്? ആർ ടി സി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടി, UART ടെർമിനലിൽ നമ്മുടെ ടൈം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം പാർട്ട് ഇതാണ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആർ ടി സി മൊഡ്യൂളിന്റെ I2C ഉള്ള സിമുലേഷൻ വരിക എന്ന് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ പിക് മൈക്രോ കൺട്രോളറുമായിട്ട് നമ്മുടെ I2C ഡീബഗർ, അതുപോലെ തന്നെ ആർ ടി സി മൊഡ്യൂൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന DS3232 ആണ്. പിന്നെ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് എന്തിനാ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സീരിയൽ ഡാറ്റയും അതുപോലെ തന്നെ സീരിയൽ ക്ലോക്ക് ലൈനും, ഈ രണ്ട് കമ്മ്യൂണിക്കേഷൻ ലൈനുമായിട്ടാണ് ഈ ഒരു പുള്ളപ്പ് റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് കണ്ടീഷൻ ജനറേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ സീരിയൽ ഡാറ്റ ലൈന് ഹൈ ടു ലോ ട്രാൻസിഷനിലേക്ക് പോകണം. അതുപോലെ സ്റ്റോപ്പ് ബിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ലോ ടു ഹൈ ട്രാൻസിഷനിലേക്ക് പോകണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പുള്ളപ്പ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ വെർച്വൽ ടെർമിനലിൽ ടൈം പ്രിന്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഈ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നതാണ് കാണുന്നത്. ഈ ഒരു ആർ ടി സി മൊഡ്യൂളിൽ ടൈം ഇത് ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ മൈക്രോ കൺട്രോളറിനെ ആർ ടി സി മൊഡ്യൂളുമായിട്ട് I2C ബസ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ അതുപോലെ UARTന്റെ വെർച്വൽ ടെർമിനലിലാണ് നമ്മൾ ടൈമിന്റെ ഡാറ്റ ഔട്ട്പുട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോഡ് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യും, അതുപോലെ തന്നെ കറന്റ് ടൈം ഡിസ്പ്ലേ ചെയ്യും. ജസ്റ്റ് ലൈക്ക് എ റിയൽ ടൈം ക്ലോക്ക്. ഒരു റിയൽ ടൈം ക്ലോക്ക് പോലെ നമുക്ക് ടൈമിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. So that's for today's video. Thank you for watching.